കഴിഞ്ഞ സർക്കാരിലെ വനം വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ച ആളാണ് ഞാൻ. മലയോര മേഖലയിൽ വന്യജീവി അക്രമം മൂലം ജനങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ മാധ്യമപ്രവർത്തകന്മാർ വളരെ ആവേശത്തോടുകൂടി ജനങ്ങളിൽ അതെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ മന്ത്രിയുടെ എന്തൊരു തകരാറുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന നിലക്കാണ് കർഷക സംഘടനകൾ ഉൾപ്പെടെ അതെടുത്തത്. മന്ത്രി മാറണമെന്ന് വരെ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, മന്ത്രി മാറിയാൽ വന്യമൃഗങ്ങൾ വരാതിരിക്കണമെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് വരുന്നത്? ഗവൺമെന്റ് മാറിയതവർ അറിഞ്ഞിട്ടില്ലേ വന്യജീവികൾ? അതുമാത്രമല്ല, അതിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കി മലയോര മേഖലയിലെ വോട്ടുകൾ നേടി അധികാരത്തിൽ വന്ന UDF ഗവൺമെന്റ് കഴിഞ്ഞ തവണ ബഡ്ജറ്റിൽ വകയിരുത്തിയ തുകയേക്കാൾ 44 കോടി രൂപയുടെ കുറവാണ് വരുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, നഷ്ടപരിഹാരത്തിന് വേണ്ടി അന്ന് അനുവദിച്ചത് 100 കോടി രൂപയായിരുന്നു. ഇപ്പോൾ അത് 90 കോടിയായി ചുരുക്കി. നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന കർഷക സമൂഹത്തോട് നേരത്തെ തന്നതുപോലും തരാൻ കഴിയില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് KSRTC. സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തത് നല്ല കാര്യമാണ്. ഇനി ആർക്കെല്ലാം സൗജന്യം കൊടുക്കാൻ കഴിയുക അങ്ങനെ കൊടുക്കാൻ പൊതുഗതാഗത മേഖലയാകെ സൗജന്യമാക്കുന്ന നീക്കം നല്ലതാണ്, നല്ലൊരു നീക്കമാണ്. പക്ഷേ 70 കോടി രൂപ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം ഉണ്ടാകുന്ന നഷ്ടം KSRTC ഗവൺമെന്റ് കൊടുക്കുന്ന, ഇതുമൂലമുണ്ടാകുന്ന നഷ്ടം ഗവൺമെന്റ് നൽകുമെന്നാണ് കഴിഞ്ഞ 15-ാം തീയതി സൗജന്യ യാത്രാ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആകെ വകയിരുത്തിയിട്ടുള്ളത് 600 കോടി രൂപയാണ്. 600 കോടി രൂപ വകയിരുത്തുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ KSRTCക്ക് സഹായമെന്ന് പറഞ്ഞ് 1000 കോടി രൂപയോളം ഉൾക്കൊള്ളിക്കാറുണ്ട്. അത് ബജറ്റ് ഡോക്യുമെന്റിന്റെ രേഖകളിലൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ 70 കോടി വേണ്ട സ്ഥലത്ത് 10 കോടി രൂപ എല്ലാ മാസവും കുറയാണ്. അപ്പോൾ അത് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു. തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഇതത്ര എളുപ്പമുള്ള കാര്യമില്ല എന്ന് അവർക്ക് ബോധ്യമായത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മന്ത്രിയെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ചും കൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങൾ കാണുന്നതാണ് കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ ജനതയോട് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന നീതിയെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നമുക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പ്രതിപക്ഷത്തിൽ പോകേണ്ടി വരും. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒരു പരിപാടി തയ്യാറാക്കുന്നതാണ്.